കഴിഞ്ഞ 9 സഹസ്രനാമത്തിൻ്റെ 9ാമത്തെ ശ്ലോകം വരെ ഞാൻ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 10ാമത്തെ ശ്ലോകത്തിലേക്കാണ് വരുന്നത്. സുരേശ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവ അഹം സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. സുരേശ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവ അഹം സംവത്സരോ വ്യാള പ്രത്യയ സർവദർശന. ഇതാണ് ആ ശ്ലോകം, അതാണ് 10ാമത്തെ. ഇനി അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. സൂര്യന്മാരുടെ അധിപതി ആയവനും സകലതിനും രക്ഷാസ്ഥാനം ആയവനും സ്ഥായിയായ പരമാനന്ദ സ്വരൂപനായവനും, അതായത് ഭഗവാൻ ചലനമില്ലെന്ന് എപ്പോഴും പറഞ്ഞു, എന്നാൽ എല്ലായിടത്തും ഉണ്ടെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ ഓരോ നാമത്തിലൂടെയും ഓരോ ശ്ലോകത്തിലൂടെയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ലോകത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായവന്, ഉത്ഭവത്തിൻ്റെ കാരണ ബീജമായവൻ, അതായത് ലോകം തന്നെ സൃഷ്ടിച്ച എന്നാണ് അതിൻ്റെ ലളിതമായിട്ടുള്ളൊരർത്ഥം. പിന്നെ സകല പ്രജകളുടെ ഉത്ഭവസ്ഥാനം ആയവനും പ്രകാശരൂപനായവനും. ഭഗവാൻ പ്രകാശമാണെന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാർ അല്ലാത്തവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തവനുമായ വിഷ്ണു ഭഗവാനെ ഞാൻ നമിക്കുന്നു. ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റത്തില്ല. കാരണം ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഇരിക്കുന്ന ആ ഈശ്വര സാന്നിധ്യത്തെ നമ്മൾ ഉണർത്തുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. അത് ഭക്തി ഇല്ലാത്തവർ നാമം ജപിക്കാറില്ല. ഈ നാമജപത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ ഉണർത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരീയ ശക്തിയെ ഉണർത്തണമെന്നുണ്ടെങ്കിൽ നാമജപം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ നാമജപത്തിന് വേണ്ടിയാണ് ഈ വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ പലരും പഠിപ്പിക്കുന്നത്. പലരും പല രീതിയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉയരാൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ സമയം കണ്ടെത്തി ഓരോ ശ്ലോകങ്ങളായിട്ടും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഭഗവാനെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഓരോ അണുവിലും ഭഗവാനാണ്. നമ്മുടെ മനുഷ്യ ശരീരം തന്നെ എടുത്താലും നമുക്കറിയാം അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെ എന്ന് വെച്ചാൽ അതെന്തൊരു അത്ഭുതമാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ അത്ഭുതങ്ങൾ മുഴുവൻ നടത്തുന്ന നമ്മുടെ വിഷ്ണു ഭഗവാനാണ്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം മുടങ്ങാതെ നിങ്ങൾ ചൊല്ലുക. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളുടെ രക്ഷാസ്ഥാനം എന്ന് പറയുന്ന വിഷ്ണു ഭഗവാനാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയാണ് വിഷ്ണു സഹസ്രനാമം. അടുത്ത നാമമായിട്ട് വീണ്ടും കാണുന്നിടം വരേക്കും ബൈ, സി യു.